തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് കൊടുവള്ളി നഗരസഭ 26-ാം ഡിവിഷൻ കെടേക്കുന്ന് നിന്ന് 300-ലധികം വോട്ടുകൾ ചട്ടവിരുദ്ധമായി സമീപ ഡിവിഷനിലേക്ക് മാറ്റിയെന്ന UDF ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് നാഷണൽ ലീഗ് നേതാവും ഡിവിഷനിൽ ഉൾപ്പെട്ടയാളുമായ OP റഷീദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 29/9/2025 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ 1207 വോട്ടർമാരാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഈ വോട്ടർ പട്ടിക ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 268 പേര് വോട്ടർമാർ തൊട്ടടുത്ത ഡിവിഷനായ നരൂക്ക് ഡിവിഷനിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ആ വോട്ടർ പട്ടികയിലേക്ക് ചില ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് മാറ്റുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. 52 വോട്ടർമാർ ഈ 268-ൻ്റെ പുറമെ ഈ 268 ആളുകളിൽപ്പെട്ടവർക്ക് പലർക്കും 2 വോട്ട് ഡബിൾ വോട്ട് ആ വോട്ടർ പട്ടികയിലുണ്ടായിരുന്നു. അങ്ങനെ 320 വോട്ടർമാർ ക്രമവിരുദ്ധമായിട്ട് ആ വോട്ടർ പട്ടികയിൽ ഇടം നേടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെ ഞങ്ങൾ രേഖാമൂലം ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കൈമാറുകയും ചെയ്തു. ഈ പരാതി കോഴിക്കോട് ജില്ലാ കലക്ടർ, കോഴിക്കോട് ജില്ലയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലാ കലക്ടർക്കാണ്. ജില്ലാ കലക്ടർ വളരെ കൃത്യമായിട്ട് ഇത് പരിശോധന നടത്തി അതിന് ബന്ധപ്പെട്ട 2 ROമാരെ, റിട്ടേണിംഗ് ഓഫീസർമാരെ 1 മുതൽ 19 ഡിവിഷൻ വരെ ഒരു റിട്ടേണിംഗ് ഓഫീസർക്കും 20-ാം ഡിവിഷൻ മുതൽ 30-ാം ഡിവിഷൻ വരെ മറ്റൊരു റിട്ടേണിംഗ് ഓഫീസർക്കും ഇത് അന്വേഷണം നടത്തി കൃത്യമായ രീതിയിൽ കണ്ടെത്തിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കുവാനുള്ള ഉത്തരവ് കോഴിക്കോട് ജില്ലാ കലക്ടർ നൽകുകയും ചെയ്തു. പരാതി തന്ന ആളുകൾക്ക് പറയാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. വാർഡുകൾ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു കൊടുത്തു. വാർഡിൻ്റെ അതിരുകൾ മുഴുവനും പരിശോധന നടത്തി. ഈ പരിശോധനയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന 320 വോട്ടുകൾ അനധികൃതമായിട്ട് വന്ന 268 വോട്ടുകൾ ഡിവിഷൻ 28-ലേക്ക് നീക്കേണ്ടതാണെന്നും 52 വോട്ടുകൾ ഡബിൾ വന്നതാണെന്ന് അവർക്ക് പരിശോധിച്ചപ്പം, വോട്ടർ പട്ടിക പരിശോധിച്ചപ്പം ഒരാൾക്ക് 2 വോട്ടുകൾ ആ വോട്ടർ പട്ടികയിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ റിപ്പോർട്ട് കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ചപ്പം ആ കലക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് യഥാർത്ഥത്തിൽ ഈ വോട്ടുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. കരട് വോട്ടർ പട്ടികയിൽ 26-ാം ഡിവിഷനിലേക്ക് അനധികൃതമായി കടന്നുകൂടിയ വോട്ടർമാരെ അവിടെ നിന്ന് മാറ്റി സ്വന്തം ഡിവിഷനിലേക്ക് വിന്യസിക്കുക എന്നത് നിയമാനുസൃതമായ നടപടിയാണെന്നും ഇതിനെതിരെ തെറ്റായ പ്രചരണങ്ങളാണ് UDF നടത്തുന്നതെന്നും OP റഷീദ് ആരോപിച്ചു.